പ്രിയ വിദ്യാർത്ഥികളെ, 9th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 4th യൂണിറ്റിലെ ആദ്യ ലെസൺ ദി അൺസ്റ്റോപ്പബിൾ സോൾ സർഫർ, ഈ ലെസണാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. സർഫിംഗ് എന്ന് പറഞ്ഞാൽ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെയുള്ള ഒരു സർഫിംഗ് ബോർഡിൽ ഉയർന്നു നിന്ന് ബാലൻസ് കീപ്പ് ചെയ്തുകൊണ്ട് തിരമാലകൾക്ക് മുകളിലൂടെ തെന്നി നീങ്ങുന്ന ഒരു കായിക വിനോദം അല്ലെങ്കിൽ കായിക മത്സരം. അത്തരമൊരു വിനോദത്തിൽ ഏർപ്പെടുന്ന വ്യക്തിക്കാണ് സർഫർ എന്ന് പറയുന്നത്. സർഫർ മീൻസ് വൺ ഹു റൈഡ്സ് എ വേവ് ഓൺ എ സർഫ് ബോർഡ്. ഒരു സർഫ് ബോർഡിൽ നിന്നുകൊണ്ട് തിരമാലകൾക്ക് മുകളിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തി. സോൾ സർഫർ എന്ന് പറയുമ്പോൾ ഇത്തരമൊരു സർഫിങ്ങിലേക്ക് മനസ്സും ശരീരവും അർപ്പിച്ച് പലപ്പോഴും എൻജോയ്മെന്റിനു വേണ്ടി സർഫിങ്ങിൽ ഏർപ്പെടുന്ന വ്യക്തി. നമ്മുടെ ലെസന്റെ ടൈറ്റിൽ ദി അൺസ്റ്റോപ്പബിൾ സോൾ സർഫർ എന്നാണ്. സർഫിങ്ങിൽ അത്രയധികം മനസ്സും ശരീരവും അർപ്പിച്ച് ഇനി ഒരാൾക്കും തടയാനാകാത്ത വിധം സർഫിങ്ങിനെ ഇഷ്ടപ്പെടുന്ന ഒരു സർഫർ, ദി അൺസ്റ്റോപ്പബിൾ സോൾ സർഫർ. ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്ട്. ഇമാജിൻ ദി വൺ തിങ് യു ലവ് ടു ഡു ദ മോസ്റ്റ്. നിങ്ങൾ ജീവിതത്തിൽ ചെയ്യാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഒരു നിമിഷം ആലോചിക്കുക. Now imagine out of nowhere something happens and you realize you may never be able to do it again. ഇനി ഒരു കാര്യം കൂടെ ആലോചിക്കുക. എവിടെ നിന്നറിയാത്ത വിധം വളരെ പൊടുന്നനെ അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് ഒരു അപകടം സംഭവിക്കുന്നു. അതിന്റെ ഫലമായി നിങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്ന ആ കാര്യം ഇനി ഒരിക്കലും നിങ്ങൾക്ക് ചെയ്യാനാകില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുന്നു. ഹൗ വുഡ് യു ഫീൽ? അത്തരമൊരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് എന്തായിരിക്കും തോന്നുക? സാഡ്, നിങ്ങൾക്ക് ദുഃഖം തോന്നുമോ? ആംഗ്രി, ദേഷ്യമായിരിക്കുമോ? അതല്ല ഷെൽ ഷോക്ക്ഡ്, നിങ്ങൾ ആകെ ഷോക്ക്ഡായി അമ്പരന്ന് ഞെട്ടിപ്പോകുന്നൊരവസ്ഥയിലാകുമോ? ഫോർ 13-year-old Bethany Hamilton, the answer was all of the above. 13 വയസ്സുള്ള ബെഥനി ഹാമിൽട്ടനെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യത്തിന്റെ ആൻസർ മുകളിൽ പറഞ്ഞ എല്ലാമായിരുന്നു. അവരുടെ ജീവിതത്തിലും അപ്രതീക്ഷിതമായി അവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു സംഭവമുണ്ടായി. അതിൽ അവർക്ക് ദുഃഖം തോന്നി, ദേഷ്യവും തോന്നി, ഷെൽ ഷോക്ക്ഡ്, ആകെ കൺഫ്യൂസ്ഡ് ആകുന്ന, ഷോക്ക്ഡ് ആകുന്ന ഒരവസ്ഥയിലുമായി. നമുക്കാദ്യം റൈറ്ററെ ഒന്ന് പരിചയപ്പെടാം. എബൌട്ട് ദി ഓഥർ. Bethany Hamilton, born on 8th February 1990 in Hawaii, an island state of the United States, is an extraordinary woman whose life is a testament to resilience and tenacity. 1990 ഫെബ്രുവരി 8 അമേരിക്കയുടെ ഐലൻഡ് സ്റ്റേറ്റായ ഹാവായ് ദ്വീപിലാണ് ബെഥനി ഹാമിൽട്ടൺ ജനിച്ചത്. തന്റെ ജീവിതം തന്നെ റെസിലിയൻസ്, സ്ഥിരോത്സാഹത്തിന്റെയും ആൻഡ് ടെനസിറ്റി, കടുത്ത ഉറച്ച തീരുമാനത്തിന്റെയും ഒരു സാക്ഷ്യപത്രമാക്കി മാറ്റിയ ആൻ എക്സ്ട്രാ ഓർഡിനറി വുമൻ, അസാധാരണമായ വ്യക്തിത്വത്തിനുടമയാണ് ബെഥനി ഹാമിൽട്ടൺ. At the age of 13, she faced a life-altering shark attack while surfing that cost her an arm. തന്റെ 13-ാം വയസ്സിൽ സർഫിംഗിൽ ഏർപ്പെട്ടിരിക്കെ തന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു ഷാർക്ക് അറ്റാക്കിന് ഇരയായി. ആ അപകടത്തിൽ അവർക്ക് തന്റെ ഒരു കൈ തന്നെ പൂർണ്ണമായും നഷ്ടമാവുകയും ചെയ്തു. റിമാർക്കബിളി വിതിൻ എ മന്ത് ബെഥനി റിട്ടേൺ ടു സർഫിംഗ്. എന്നാൽ ഒരു മാസക്കാലത്തെ ചികിത്സക്കും വിശ്രമങ്ങൾക്കും ശേഷം ബെഥനി സർഫിംഗിലേക്ക് തന്നെ തിരിച്ചു വന്നു. ആൻഡ് വിത്ത് അൺവേവറിംഗ് ഡിറ്റർമിനേഷൻ അൾട്ടിമേറ്റ്ലി ടു പ്രൊഫഷണൽ സർഫിംഗ്. അചഞ്ചലമായ തന്റെ മനക്കരുത്തുകൊണ്ട് താമസിയാതെ തന്നെ സർഫിംഗ് ഒരു പ്രൊഫഷനായി എടുത്തുകൊണ്ട് പ്രൊഫഷണൽ സർഫിംഗ് മത്സര രംഗങ്ങളിലേക്കും അവർ തിരിച്ചു വന്നു. ഷീ റോട്ട് അബൌട്ട് ഹെർ എക്സ്പീരിയൻസസ് ഇൻ ഹെർ ഓട്ടോബയോഗ്രഫി സോൾ സർഫർ, എ ട്രൂ സ്റ്റോറി ഓഫ് ഫെയ്ത്ത്, ഫാമിലി ആൻഡ് ഫൈറ്റിംഗ് ടു ഗെറ്റ് ബാക്ക് ഓൺ ദ ബോട്ട്, പബ്ലിഷ്ഡ് ഇൻ 2004. തന്റെ അനുഭവങ്ങളെല്ലാം തന്നെ സോൾ സർഫർ എന്ന തന്റെ ഓട്ടോബയോഗ്രഫിയിൽ അവർ പബ്ലിഷ് ചെയ്തു. 2004 സോൾ സർഫർ, എ ട്രൂ സ്റ്റോറി ഓഫ് ഫെയ്ത്ത്, ഫാമിലി ആൻഡ് ഫൈറ്റിംഗ് ടു ഗെറ്റ് ബാക്ക് ഓൺ ദ ബോട്ട് എന്ന പൂർണ്ണമായ പേരുള്ള തന്റെ ഓട്ടോബയോഗ്രഫി പബ്ലിഷ് ചെയ്തത്. അതിൽ തന്റെ അനുഭവങ്ങളെല്ലാം അവർ വിശദീകരിച്ചിട്ടുണ്ട്.
which was adapted into 2011 feature film Soul Surfer. ഈ ഓട്ടോബയോഗ്രഫി തന്നെയാണ് അതേ പേരിൽ സോൾ സർഫർ എന്ന പേരിൽ 2011 ഒരു ഫീച്ചർ ഫിലിമായും റിലീസ് ചെയ്തത്. ഷീ വെന്റ് ഓൺ ടു അച്ചീവ് റിമാർക്കബിൾ സക്സസ് ആസ് എ പ്രൊഫഷണൽ സർഫർ. അതിനൊക്കെ ശേഷവും ഒരു പ്രൊഫഷണൽ സർഫർ എന്നുള്ള നിലക്ക് തന്റെ വിജയഗാഥ അവർ തുടർന്നു. ഡിഫൈൻ ദി ഓഡ്സ്, എല്ലാ അസാധ്യമായതിനെയും സാധ്യമാക്കിക്കൊണ്ടും, ആൻഡ് ബിക്കമിങ് ആൻ ഇൻസ്പിറേഷൻ ടു മെനി, ലോകത്ത് പലർക്കും ഒരു ഇൻസ്പിറേഷന്റെ ഉറവിടമായിക്കൊണ്ടും അവർ തന്റെ ജൈത്രയാത്ര തുടർന്നു. ഷി റിസീവ്ഡ് മെനി അവാർഡ്സ് ആൻഡ് ഓണേഴ്സ്. അതിൻ്റെയൊക്കെ ഫലമായി തന്നെ ഒട്ടനവധി അവാർഡുകളും ഓണേഴ്സും അവർ നേടിയിട്ടുണ്ട്. ഇൻക്ലൂഡിംഗ് ദി ESPY അവാർഡ് 2004. 2004 ESPN സംഘടിപ്പിക്കുന്ന ESPY അവാർഡ് അവർ നേടി. NSSA നാഷണൽ ഹെൽപ്പിംഗ് കിഡ്സ് ചാമ്പ്യൻസ് 2005, ASP വേൾഡ് ജൂനിയർ ചാമ്പ്യൻഷിപ്പ് 2008 എറ്റ്സെട്ര തുടങ്ങിയ ഒട്ടനവധി അവാർഡുകൾ അവർ നേടിയിട്ടുണ്ട്. നൗ ലെറ്റ്സ് റീഡ് ദ സ്റ്റോറി. നമുക്ക് ഈ കഥയൊന്ന് വായിക്കാം. ഇത് വെറുമൊരു കഥയല്ല, ബെഥനി ഹാമിൽട്ടന്റെ ജീവിതം മാറ്റിമറിച്ച ഒരു ദുരന്ത കഥയാണ്, ഒരു യഥാർത്ഥ സംഭവ കഥ. ഇറ്റ് കെയിം ലിറ്ററലി ഔട്ട് ഓഫ് ദ ബ്ലൂ. തീർത്തും അപ്രതീക്ഷിതമായിട്ടാണ് അത് സംഭവിച്ചത്. ഔട്ട് ഓഫ് ദ ബ്ലൂ മീൻസ് അൺഎക്സ്പെക്റ്റഡ്ലി. ഐ ഹാഡ് നോ വാർണിംഗ് അറ്റ് ഓൾ. ഒരു സൂചനയും എനിക്കുണ്ടായിരുന്നില്ല. നോട്ട് ഈവൻ ദ സ്ലൈറ്റസ്റ്റ് ഹിന്റ് ഓഫ് ഡേഞ്ചർ ഓൺ ദ ഹൊറൈസൺ. ഒരു അപകടം വളരെ അടുത്തുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സ്ലൈറ്റസ്റ്റ് ഹിന്റ്, ഒരു ചെറു ലക്ഷണം പോലും എനിക്ക് തോന്നിയിരുന്നില്ല. ഓൺ ദ ഹൊറൈസൺ മീൻസ് ലൈക്ലി ടു ഹാപ്പൻ സൂൺ, ഉടൻ സംഭവിക്കുമെന്നുള്ള, ഒരു അപകടം വരാൻ പോകുന്നു എന്നതിൻ്റെ ഒരു സൂചന പോലും ഉണ്ടായിരുന്നില്ല. ദ വാട്ടർ വാസ് ക്രിസ്റ്റൽ ക്ലിയർ ആൻഡ് കാം. സമുദ്രത്തിലെ ജലം വളരെ തെളിഞ്ഞതായിരുന്നു, സമുദ്രം ശാന്തമായിരുന്നു. ഇറ്റ് വാസ് മോർ ലൈക്ക് സ്വിമ്മിംഗ് ഇൻ എ പൂൾ rather than the deep ocean waters in Kauai, Hawaii. ഹവായ് ദ്വീപിലെ ഏറെ പ്രസിദ്ധമായ കവായ് ബീച്ചിൽ അന്ന് ആഴമേറിയ കടലിൽ നീന്തുന്ന പോലെ ആയിരുന്നില്ല, മറിച്ച് ഒരു സ്വിമ്മിംഗ് പൂളിൽ നീന്തിക്കളിക്കുന്ന പോലെ, അല്ലെങ്കിൽ നീന്തി കുളിക്കുന്ന പോലെ തെളിഞ്ഞ വെള്ളത്തിൽ, ശാന്തമായ വെള്ളത്തിൽ, ഒരു സ്വിമ്മിംഗ് പൂളിലെ വെള്ളം പോലെയായിരുന്നു അന്ന് അനുഭവപ്പെട്ടിരുന്നത്. അത്രയും ശാന്തമായിരുന്നു. where I go almost every morning to surf. അവിടെ കവായ് ബീച്ചിൽ എല്ലാ രാവിലെയും ഞാൻ സർഫിങ്ങിൽ പങ്കെടുക്കാൻ പോകാറുണ്ട്. ഒന്നുകിൽ വിത്ത് മൈ ഫ്രണ്ട് അലന ബ്ലാഞ്ചാർഡ്, എൻ്റെ കൂട്ടുകാരിയായ അലന ബ്ലാഞ്ചാർഡിന്റെ കൂടെ, അതല്ലെങ്കിൽ അതർ ഗേൾസ് ഓൺ ദി ഹനാലി ഗേൾസ് സർഫ് ടീം. അവിടെ ഉണ്ടായിരുന്ന ഹനാലി ഗേൾസ് സർഫ് ടീം എന്നുള്ള ഒരു ക്ലബ് പോലെ ഒരു സർഫിംഗ് ടീം ഉണ്ടായിരുന്നു, ഹനാലി എന്ന പേരിലുള്ള. ആ ക്ലബിലെ പെൺകുട്ടികളുടെ കൂടെ, അല്ലെങ്കിൽ എൻ്റെ ആത്മസുഹൃത്തായിരുന്ന അലനയുടെ കൂടെ ഞാൻ പതിവായി കവായ് ബീച്ചിൽ സർഫിങ്ങിൽ പങ്കെടുക്കാൻ പോകാറുണ്ടായിരുന്നു. The waves were small and inconsistent. അന്നും പതിവ് പോലെ അവിടെ പോയി. പക്ഷേ അന്ന് തിരമാലകൾ വളരെ ചെറുതായിരുന്നു, ഇൻകൺസിസ്റ്റന്റ് ആയിരുന്നു, വളരെ അസ്ഥിരമായിരുന്നു. നോട്ട് സ്റ്റേബിൾ. സ്ഥിരമായിട്ട് സർഫിങ്ങിന് പര്യാപ്തമായിട്ടുള്ള ഉയരത്തിലുള്ള ചുരുണ്ട കുഴൽ രൂപത്തിലുള്ള സർഫിംഗ് വേവ്സ് ഒന്നും തന്നെ രൂപപ്പെട്ടിരുന്നില്ല. കടൽ ശാന്തമായിരുന്നു, തിരമാലകൾ ചെറുതായിരുന്നു. ആൻഡ് ഐ വാസ് റിലാക്സിങ് ഓൺ മൈ ബോർഡ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സർഫിംഗ് ബോർഡിൽ കിടക്കുകയായിരുന്നു, വെള്ളത്തിൽ സർഫിംഗ് ബോർഡിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുകയായിരുന്നു, റിലാക്സ് ചെയ്തുകൊണ്ട്. വിത്ത് മൈ റൈറ്റ് ഹാൻഡ് ഓൺ ദ നോസ് ഓഫ് ദ ബോർഡ്. സർഫിംഗ് ബോർഡിന്റെ മുൻവശത്തേക്ക്, നോസ് ഓഫ് ദ ബോർഡ് മീൻസ് ഫ്രണ്ട് പാർട്ട് ഓഫ് ദ ബോർഡ്, ബോർഡിന്റെ മുൻവശത്തേക്ക് എൻ്റെ വലത് കൈ പിടിച്ചുകൊണ്ടും, ആൻഡ് മൈ ലെഫ്റ്റ് ആം ഡാംഗ്ലിംഗ് ഇൻ ദ കൂൾ വാട്ടർ, തണുത്ത വെള്ളത്തിലേക്ക് ഇടത് കൈ തൂക്കിയിട്ടുകൊണ്ടും ഞാനിങ്ങനെ കിടക്കുകയായിരുന്നു. ഡാംഗ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഹാങ്ങിങ് ഡൗൺ, താഴത്തേക്ക് ഇങ്ങനെ തൂക്കിയിട്ടുകൊണ്ട്, വെള്ളത്തിൽ തൂക്കിയിട്ടുകൊണ്ട് ഇടത് കൈ വെച്ചുകൊണ്ടായിരുന്നു ഞാൻ ആ സർഫിംഗ് ബോർഡിൽ കിടന്നിരുന്നത്. ഐ റിമെമ്പർ തിങ്കിങ്. ആ സന്ദർഭത്തിൽ ഞാൻ എൻ്റെ മനസ്സിൽ ആലോചിച്ചിരുന്നത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ആ കിടന്ന കിടപ്പിൽ ഇങ്ങനെ ചിന്തിച്ചിരുന്നത്, ഐ ഹോപ്പ് ദ സർഫ് പിക്സ് അപ്പ് സൂൺ. താമസിയാതെ തന്നെ സർഫിങ്ങിന് ആവശ്യമായിട്ടുള്ള, പര്യാപ്തമായിട്ടുള്ള വലിയ തിരമാലകൾ രൂപപ്പെടും എന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടായിരുന്നു, അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടായിരുന്നു ഞാൻ കിടന്നിരുന്നത്. വെൻ സഡൻലി ദർ വാസ് എ ഫ്ലാഷ് ഓഫ് ഗ്രേ. അതൊക്കെ ആലോചിച്ചിങ്ങനെ ആ സർഫിംഗ് ബോർഡിൽ റിലാക്സ് ചെയ്ത് കിടക്കുമ്പോൾ വളരെ പൊടുന്നനെയായിരുന്നു ഒരു ഗ്രേ നിറത്തിലുള്ള എന്തോ ഒന്ന് മിന്നിമറിയുന്ന പോലെ ഒരു ഫ്ലാഷ് എൻ്റെ കണ്ണിൽപ്പെട്ടത്.
ദാറ്റ്സ് ഓൾ ഇറ്റ് ടു എ സ്പ്ലിറ്റ് സെക്കൻഡ്. എല്ലാത്തിനും കൂടെ ആകെ എടുത്ത സമയം ഒരു സ്പ്ലിറ്റ് സെക്കൻഡാണ്, ഒരു സെക്കൻഡിന്റെ ഒരു നേരിയ അംശം. എ ബ്രീഫ് മൊമെന്റ് ഓഫ് ടൈം. വളരെ കുറഞ്ഞ സമയത്തിനകം എല്ലാം സംഭവിച്ചു. ഐ ഫെൽറ്റ് എ ലോട്ട് ഓഫ് പ്രഷർ. എനിക്ക് ശരീരത്തിൽ ശക്തമായ ഒരു സമ്മർദ്ദം അനുഭവപ്പെട്ടു. എന്തോ ഒന്ന് എന്നെ വല്ലാതെ അമർത്തുന്ന പോലെ. ആൻഡ് എ കപ്പിൾ ഓഫ് ലൈറ്റ്നിങ് ഫാസ്റ്റ് ടക്സ്. ഒന്ന് രണ്ട് മിന്നൽ വേഗത്തിലുള്ള പിടിവലിയും എനിക്ക് അനുഭവപ്പെട്ടു. ലൈറ്റ്നിങ് ഫാസ്റ്റ്, മിന്നൽ വേഗത്തിലുള്ള ടക്സ്, പിടിവലി, പുൾസ്. എ കപ്പിൾ ഓഫ് മീൻസ് 2 ടൈംസ്. അങ്ങനെ 2 പ്രാവശ്യം എന്നെ എന്തോ ഒന്ന് അതിവേഗം ലൈറ്റ്നിങ് ഫാസ്റ്റിൽ വലിക്കുന്ന പോലെയും എനിക്ക് അനുഭവപ്പെട്ടു. ഐ കുഡിൻ മേക്ക് ഔട്ട് എനി ഓഫ് ദ ഡീറ്റെയിൽസ്. സംഭവത്തിന്റെ ഡീറ്റെയിൽസ് ഒന്നും അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഐ കുഡിൻ മേക്ക് ഔട്ട്, ഐ കുഡിൻ അണ്ടർസ്റ്റാൻഡ്. മേക്ക് ഔട്ട്, അണ്ടർസ്റ്റാൻഡ്. ബട്ട് ഐ ന്യൂ. എന്നാൽ പിന്നീട് ഞാൻ മനസ്സിലാക്കി. that the huge jaws of a massive tiger shark covered the top of my bones and my left arm. ഭീമാകാരനായ ഒരു ടൈഗർ ഷാർക്ക് എന്നുള്ളത് ഒരു ഇനം ഷാർക്കാണ്, ഗ്രേ കളേർഡ് ഷാർക്ക്. അതിൻ്റെ മാസീവ് ടൈഗർ ഷാർക്ക്, വളരെ വലിയ ശക്തനായ ടൈഗർ ഷാർക്ക്, അതിൻ്റെ ഹ്യൂജ് ജോസ്, അതിൻ്റെ വളരെ വലിയ വായും പിളർന്നു വന്ന് കവേർഡ് ദ ടോപ്പ് ഓഫ് മൈ ബോർഡ്, ഞാൻ കിടന്നിരുന്ന എൻ്റെ സർഫിംഗ് ബോർഡിൻ്റെ മുകൾ ഭാഗവും ആൻഡ് മൈ ലെഫ്റ്റ് ഹാം, എൻ്റെ ഇടത് കൈയും എല്ലാം ഉൾപ്പെടെ അത് വായ്ക്കകത്താക്കി എന്നുള്ളത് എനിക്ക് പിന്നീട് മനസ്സിലായി. It is funny, you would think having your arm bitten off would really hurt. നിങ്ങളുടെ ഒരു കൈ ഏതെങ്കിലും ഒരു ജീവി ബിറ്റൺ ഓഫ്, കടിച്ചു മുറിച്ചു മാറ്റി എന്ന് ചിന്തിക്കുക. ആ ചിന്ത പോലും നിങ്ങൾക്ക് ശരീരത്തിൽ വേദനയുണ്ടാക്കും. But there was no pain at the time. എന്നാൽ വെറുമൊരു ചിന്തയല്ല, യഥാർത്ഥത്തിൽ എൻ്റെ കൈ മുറിച്ചു മാറ്റിയിട്ടുണ്ട്. എന്നിട്ടും എനിക്കപ്പോൾ വേദനയൊന്നും തോന്നിയില്ല. ഐ ഫെൽറ്റ് പ്രഷർ. എനിക്ക് വല്ലാത്തൊരു സമ്മർദ്ദമാണ് തോന്നിയത്. ആൻഡ് എ കൈൻഡ് ഓഫ് ജിഗിൾ ടാഗ്. ഒരു തരം അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിക്കുന്ന പോലെ, നാം ഒരു കത്തി കൊണ്ട് മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിച്ചുകൊണ്ട് മുറിച്ചു മാറ്റുന്ന പോലെയുള്ള ഒരു പിടിവലി പോലെയാണ് എനിക്ക് തോന്നിയത്. ജിഗിൾ മീൻസ് ഷോർട്ട് ആൻഡ് ക്വിക്ക് മൂവ്മെന്റ്, വളരെ പെട്ടെന്നുള്ള ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചലനം. അതുപോലെ എന്നെ പിടിച്ചു വലിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. വിച്ച് ഐ നോ നൗ വാസ് ദ ടീത്ത്സ്. എന്നാൽ അതെന്തായിരുന്നു എന്ന് ഇപ്പോൾ എനിക്കറിയാം. ഇറ്റ് വാസ് ദ ടീത്ത് ഓഫ് ദ ഷാർക്ക്. ആ ഷാർക്കിന്റെ ഈർച്ചവാൾ പോലെയുള്ള മൂർച്ചയുള്ള പല്ലുകളായിരുന്നു അതെന്നെ കടിച്ചു വലിച്ചതായിരുന്നു ആ അനുഭവം. ദ ഹാവ് സെറേറ്റഡ് എഡ്ജസ് ലൈക്ക് എ സ്റ്റീക്ക് നൈഫ്. മാംസം മുറിക്കാൻ ഉപയോഗിക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ചുകൊണ്ട് നാം കത്തി കൊണ്ട് മുറിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റീക്ക് നൈഫ്, മീറ്റ് കട്ടിംഗ് നൈഫ്, ഇറച്ചി മുറിച്ചു മാറ്റുന്ന കത്തി പോലെയുള്ള സെറേറ്റഡ് എഡ്ജസ്, ഈർച്ചവാളിന്റെ പല്ലുകൾ പോലെയുള്ള മൂർച്ചയുള്ള പല്ലുകളായിരുന്നു ആ ഷാർക്കിനുണ്ടായിരുന്നത്. ആൻഡ് ദേ സോഡ് ത്രൂ ദ ബോർഡ് ആൻഡ് മൈ ബോൺസ്. ആ പല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് സോഡ് എന്ന് പറഞ്ഞാൽ ഈർന്നു മുറിച്ചു. ത്രൂ ദ ബോർഡ്സ്, ആ സർഫിംഗ് ബോർഡും അതോടൊപ്പം തന്നെ ആൻഡ് മൈ ബോൺസ്, എൻ്റെ കയ്യിലെ എല്ലുകളെല്ലാം അത് കടിച്ചും ഈർന്നു മുറിച്ച പോലെ മുറിച്ചെടുത്തു. ആസ് ഇഫ് ദേ വർ ടിഷ്യൂ പേപ്പർ. വെറും ഒരു ടിഷ്യൂ പേപ്പർ അത് കീറി മുറിക്കുന്ന ലാഘവത്തോടുകൂടി അത്രയും എളുപ്പത്തിലായിരുന്നു ആ ഷാർക്ക് അതിൻ്റെ മൂർച്ചയുള്ള പല്ലുകൾ ഉപയോഗിച്ച് എൻ്റെ സർഫിംഗ് ബോർഡും എൻ്റെ കയ്യിലെ എല്ലുകളുമെല്ലാം കടിച്ചെടുത്തത്. ഇറ്റ് വാസ് ഓവർ ഇൻ എ ഫ്യൂ സെക്കൻഡ്സ്. എല്ലാം തന്നെ ഏതാനും സെക്കൻഡുകൾക്കകം അവസാനിച്ചു. ഐ റിമെമ്പർ സീയിങ് ദ വാട്ടർ അറൗണ്ട് മീ ടേൺ ബ്രൈറ്റ് റെഡ് വിത്ത് മൈ ബ്ലഡ്. ആ സമുദ്രത്തിൽ എനിക്ക് ചുറ്റും എൻ്റെ രക്തം കൊണ്ട് വെള്ളമെല്ലാം ചുവന്നത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. എൻ്റെ രക്തം കലർന്ന് എനിക്ക് ചുറ്റും ചുവന്ന വെള്ളം, ആ സമുദ്രത്തിലെ വെള്ളം പോലും ചുവന്നത് ഞാൻ ഓർക്കുന്നു. Then I saw that my arm had been bitten off. പിന്നീട് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ കണ്ടു എൻ്റെ കൈ പൂർണ്ണമായും ബിറ്റൺ ഓഫ്, അത് കടിച്ച് മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ദ ഷോൾഡർ, ഏകദേശം ഷോൾഡറിനൊപ്പം പൂർണ്ണമായും കൈ നഷ്ടപ്പെട്ടു. There was just a 3 or 4 inch stub where my limb had once been. എൻ്റെ കൈ എന്നുള്ള ആ അവയവം ഉണ്ടായിരുന്ന സ്ഥാനത്ത് വെറും 3-4 ഇഞ്ച് മാത്രം വലുപ്പമുള്ള ഒരു കുറ്റി, ഒരു സ്റ്റബ് മാത്രമേ അവശേഷിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം ആ ഷാർക്ക് കടിച്ചെടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു.
Byron and Holt, Elena's brother and father, got to me in a flash. എന്നോടൊപ്പം അവിടെ ഉണ്ടായിരുന്ന അലനയുടെ സഹോദരനും ഫാദറും ബൈറൻ ആൻഡ് ഹോൾട്ട്, അവർ രണ്ടുപേരും എൻ്റെ അരികിലേക്ക് അതിവേഗം കുതിച്ചെത്തി. ഇൻ എ ഫ്ലാഷ്. ഹോൾട്ട്സ് ഫേസ് വാസ് വൈറ്റ്. ഭയം കൊണ്ട് ഈ രംഗം കണ്ട് അലനയുടെ ഫാദർ ഹോൾട്ടിന്റെ മുഖം ആകെ വിളറി വെളുത്തിരുന്നു. ഹിസ് ഐസ് വെർ വൈറ്റ്. അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഭയത്താൽ വല്ലാതെ വിടർന്നിരിക്കുന്നു. ഓ മൈ ഗോഡ്, ഹി സെഡ്. ഭയാനകമായ ഈ രംഗം കണ്ട് ദൈവമേ എന്ന് അയാൾ ഭയന്ന് വിളിച്ചു. ബട്ട് ഹി ഡിഡ്ന്റ് ഫ്രീക്ക് ഔട്ട്. എന്നാൽ അദ്ദേഹം നിയന്ത്രണം നഷ്ടപ്പെട്ടില്ല. ഫ്രീക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ ബിക്കം എക്സ്ട്രീംലി ഇമോഷണൽ ആൻഡ് ലൂസ് കൺട്രോൾ. വല്ലാത്ത വികാരത്തിന് അടിമപ്പെട്ടുകൊണ്ട് നിയന്ത്രണം നഷ്ടപ്പെടുന്നൊരവസ്ഥ അതുണ്ടായില്ല. ഭീകരമായ ഒരു കാഴ്ചയാണ്. എന്നിരുന്നാലും സ്ഥലകാല ബോധം അദ്ദേഹത്തിന് നഷ്ടമായില്ല. ഇൻസ്റ്റഡ്, പകരം ഹി ടുക്ക് കൺട്രോൾ ഓഫ് ദി സിറ്റുവേഷൻ. ഭീകരമായ ആ സാഹചര്യത്തിൻ്റെയും നിയന്ത്രണം അദ്ദേഹം ഏറ്റെടുത്തു. സന്ദർഭത്തിനനുസരിച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് അദ്ദേഹം അത് പ്രവർത്തിച്ചു. ഹി പുഷ്ഡ് മീ ബൈ ദ ടെയിൽ ഓഫ് ദ ബോട്ട്. ഞാൻ കിടന്നിരുന്ന എൻ്റെ സർഫിംഗ് ബോർഡിൻ്റെ ടെയിൽ ഭാഗം, അതിൻ്റെ ബാക്ക് ഭാഗത്ത് ശക്തമായി തള്ളിക്കൊണ്ട്, ആൻഡ് കോട്ട് എ സ്മോൾ വേവ് ദാറ്റ് വാഷ്ഡ് മീ ഓവർ ദ റീഫ്. ഒരു ചെറിയ തിരമാലയുടെ സഹായത്താൽ അവിടെ ഉണ്ടായിരുന്ന ഒരു റീഫ്, പാറക്കൂട്ടം അല്ലെങ്കിൽ മണൽത്തിട്ട, അതും കടന്ന് ആ തിരമാലയുടെ സഹായത്താൽ അദ്ദേഹം തള്ളിയത് കൊണ്ട് ആ ബോർഡ് ആ റീഫും മറികടന്ന് തീരത്തേക്ക് നീങ്ങി. ആസ് ഐ ലേ ഓൺ മൈ ബോർഡ്. അപ്പോഴും ഞാൻ ആ ബോർഡിൽ കിടക്കുകയായിരുന്നു. അങ്ങനെ എന്നെ തീരത്തേക്ക് തള്ളി നീക്കി. Whatever emotions Holt, Byron and Alana were feeling, they kept inside. ആ സന്ദർഭത്തിൽ ഹോൾട്ട്, ബൈറൻ ആൻഡ് അലാന ഇവർക്കൊക്കെ എന്ത് വികാരമായിരുന്നു അവരുടെ മനസ്സിൽ തോന്നിയിരുന്നത്, അതെല്ലാം തന്നെ they kept inside. അവർ ഉള്ളിലൊതുക്കി. Nobody panicked. ആരും തന്നെ ഭയന്ന് വിറച്ചില്ല. Or lost control or lost their head. ആർക്കും അവരുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടില്ല. എല്ലാവർക്കും ഭയമുണ്ടെങ്കിലും അവരെല്ലാം ഉള്ളിലൊതുക്കി നിയന്ത്രിച്ച് നിന്നു. മൈ ആം വാസ് ബ്ലീഡിംഗ് ബാഡ്ലി. എൻ്റെ കയ്യിൽ നിന്നും ധാരാളമായി രക്തമൊഴുകുന്നുണ്ടായിരുന്നു. ബട്ട് നോട്ട് സ്പ്യൂയിങ് ബ്ലഡ്. എന്നാൽ രക്തം ചീറിത്തെറിക്കുന്ന രൂപത്തിലുള്ള ഒരു രക്തമൊഴുക്ക് ഉണ്ടായിരുന്നില്ല. ലൈക്ക് ഇറ്റ് ഷുഡ് വിത്ത് എ മേജർ ആർട്ടറി ഓപ്പൺ. ഒരു പ്രധാനപ്പെട്ട രക്തക്കുഴൽ, ഒരു രക്തവാഹിനി കുഴൽ പൊട്ടിയാൽ ഉണ്ടാകുന്ന പോലെയുള്ള അതിശക്തമായ രക്തം ചീറിത്തെറിക്കുന്ന രൂപത്തിലുള്ള ഒരു ഒഴുക്ക് ഉണ്ടായതുമില്ല. സ്പ്യൂയിങ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ പോറിങ് ഓർ ഫ്ലോയിങ് ഔട്ട്, ശക്തമായി ചീറിത്തെറിക്കുക. ആർട്ടറി എന്ന് പറഞ്ഞാൽ എ ബ്ലഡ് വെസൽ, ഒരു രക്തവാഹിനി കുഴൽ. അതൊക്കെ പൊട്ടിയാലുണ്ടാകുന്ന അതിശക്തമായിട്ടുള്ള ഒരു രക്തമൊഴുക്ക് ഉണ്ടായതുമില്ല. ഹോൾട്ട് ടുക്ക് ഓഫ് ഹിസ് ലോങ് ഗ്രേ സ്ലീവ് റാഷ് ഗാർഡ്. ഹോൾട്ട് താൻ ധരിച്ചിരുന്ന ഒരു റാഷ് ഗാർഡ്. റാഷ് ഗാർഡ് എന്ന് പറഞ്ഞാൽ ശരീരത്തിലേക്ക് ചേർന്ന് നിൽക്കുന്ന ഒരു ടീഷർട്ട് പോലെയുള്ള ഒരു പ്രൊട്ടക്റ്റീവ് ക്ലോത്ത്സ്. കടൽ ജലം ശരീരത്തിലേക്ക് പതിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സർഫിങ്ങിനൊക്കെ പോകുന്ന ആളുകൾ അവരുടെ ഒരു ഇന്നർ ഗാർമെന്റ് ആയിട്ട് ധരിക്കുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് ആണ്. അതിൻ്റെ നീണ്ട കൈകളോട് കൂടിയ ആ ഷർട്ട്, റാഷ് ഗാർഡ് അദ്ദേഹം അഴിച്ചെടുത്തു. ആൻഡ് ടൈഡ് ഇറ്റ് അറൗണ്ട് ദ സ്റ്റബ് ഓഫ് മൈ ആം. ഇപ്പോൾ എൻ്റെ കൈ നിൽക്കുന്ന സ്ഥാനത്ത് ഒരു സ്റ്റബ് മാത്രമേ ഉള്ളൂ, ഒരു കുറ്റി പോലെ. ആ മുറിവ്, ആ ഭാഗത്ത് ശക്തമായി അദ്ദേഹം വരിഞ്ഞു കെട്ടി. റിയലി ടൈറ്റ്, യഥാർത്ഥത്തിൽ അതിശക്തമായി തന്നെ കെട്ടി. ടു ആക്ട് ആസ് എ ടൂർണിക്കെ, ഒരു ടൂർണിക്കെ പോലെ പ്രവർത്തിക്കാൻ. ടൂർണിക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈസ് ആണ്. ബ്ലഡ് ബ്ലോക്കിംഗ്, എ ഡിവൈസ് ഫോർ സ്റ്റോപ്പിംഗ് ബ്ലഡ് ഫ്ലോ. ഒരു ബ്ലഡിന്റെ ഒഴുക്ക് തടയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ബാൻഡേജ് പോലെ, അതല്ലെങ്കിൽ ഒരു തുണി കൊണ്ടോ ഒരു റബ്ബർ കൊണ്ടോ ഒക്കെ കെട്ടി രക്തത്തിന്റെ ഒഴുക്ക് തടയുന്ന ആ ഒരു ഡിവൈസിനാണ് ടൂർണിക്കെ എന്ന് പറയുന്നത്. അതുപോലെ തൻ്റെ റാഷ് ഗാർഡ്, ആ ലോങ് സ്ലീവ് ഉള്ള നീണ്ട കൈകളോട് കൂടിയ അദ്ദേഹത്തിന്റെ ആ ക്ലോത്ത്സ്, ഒരു ഷർട്ട് വലിച്ചെടുത്ത് അതുകൊണ്ട് എൻ്റെ മുറിവിൽ ശക്തമായി കെട്ടി രക്തത്തിന്റെ ഒഴുക്ക് അദ്ദേഹം തടഞ്ഞു. ഹോൾട്ട് ടോൾഡ് മീ ടു കീപ് ടോക്കിംഗ് ടു ഹിം. എന്നിട്ട് ഹോൾട്ട് എന്നോട് പറഞ്ഞു, അദ്ദേഹത്തോട് സംസാരിച്ചു കൊണ്ടേയിരിക്കാൻ പറഞ്ഞു. ടു മേക്ക് ഷുവർ ദാറ്റ് ഐ ഡിഡ്ന്റ് പാസ് ഔട്ട് ഇൻ ദ മിഡിൽ ഓഫ് ദി ഓഷൻ. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കാൻ അദ്ദേഹം എന്നോട് ആവശ്യപ്പെടുന്നതിന്റെ കാര്യം, ടു മേക്ക് ഷുവർ ദാറ്റ് ഐ ഡിഡ്ന്റ് പാസ് ഔട്ട് ഇൻ ദ മിഡിൽ ഓഫ് ദി ഓഷൻ. ഞാൻ ഇപ്പോഴും ആ കടലിലാണ്. കടലിൽ
ബോധം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം എന്നോട് സംസാരം തുടരാൻ ആവശ്യപ്പെടുന്നത്. പാസ് ഔട്ട് എന്ന് പറഞ്ഞാൽ ടു ബിക്കം അൺകോൺഷ്യസ്, അബോധാവസ്ഥയിൽ ആവുക. അത് സംഭവിക്കാതിരിക്കാൻ എന്നോട് അദ്ദേഹം സംസാരം തുടരാൻ പറഞ്ഞു. സോ ഐ വാസ് ടോക്കിംഗ്, അതുകൊണ്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓൾദോ ഐ ഡോണ്ട് നോ അബൌട്ട് വാട്ട്, എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നൊന്നും എനിക്ക് അറിയുമായിരുന്നില്ല. എങ്കിലും ഞാൻ സംസാരം തുടർന്നു. ജസ്റ്റ് ആൻസറിങ് ഹിസ് ക്വസ്റ്റ്യൻസ് ആൻഡ് പ്രേയിങ് ഔട്ട് ലൗഡ്. ഞാൻ അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്കൊക്കെ ഉച്ചത്തിൽ തന്നെ മറുപടി പറയുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുമുണ്ടായിരുന്നു. ഈ രൂപത്തിലായിരുന്നു അപ്പോൾ എൻ്റെ അവസ്ഥ. ഇൻ ദ സർജറി റൂം ദേ ഹോക്ഡ് മീ അപ് ടു ലോട്ട്സ് ഓഫ് മെഷീൻസ്. അങ്ങനെ ഹോസ്പിറ്റലിൽ സർജറി റൂമിൽ അവർ ഡോക്ടേഴ്സും മറ്റുള്ളവരും എന്നെ പലതരം മെഷീനുകളുമായും കണക്ട് ചെയ്തു. ഹൂക്ഡ് മീൻസ് കണക്റ്റഡ്. ഇറ്റ് വാസ് ഡോക്ടർ റോവിൻസ്കി ഹു വുഡ് ബി ഡൂയിങ് ദ ഫസ്റ്റ് സർജറി. ആദ്യ സർജറി ചെയ്യുന്നത് ഡോക്ടർ റോവിൻസ്കി ആയിരുന്നു. ആൻഡ് ഹി എക്സ്പ്ലെയിൻ ടു മീ ആൻഡ് മോം ഹൗ ഹി വുഡ് ഡു ഇറ്റ്. എന്നോടും അമ്മയോടും എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയൊക്കെയാണ് സർജറി ചെയ്യുന്നത്, കാര്യങ്ങളെല്ലാം ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു, വിശദീകരിച്ച് തന്നു. You have lost your arm, Bethany, he said gently. Now the focus is on saving your life. നിന്റെ കൈ എന്നേക്കുമായി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി ഞങ്ങളുടെ മുഴുവനും ശ്രദ്ധ, ഞങ്ങളുടെ ഫോക്കസ് നിന്റെ ജീവൻ രക്ഷിക്കുന്ന കാര്യത്തിലാണ്. ഡോക്ടർ എന്നോടും അമ്മയോടും വളരെ ജെന്റിലായി, വളരെ സൗമ്യമായി പറഞ്ഞു വിശദീകരിച്ച് തന്നു. മൈ മോം സ്റ്റേഡ് മൈ സൈഡ് ദ ഹോൾ ടൈം. അമ്മ എന്നോടൊപ്പം പൂർണ്ണ സമയം ചെലവഴിച്ചു, എന്നോടൊപ്പം തന്നെ നിന്നു. മൈ ഡാഡ് വെന്റ് ഔട്ട് ടു ഡീൽ വിത്ത് വിസിറ്റേഴ്സ് ആൻഡ് ദി എവർ ഗ്രോയിങ് നമ്പർ ഓഫ് റിപ്പോർട്ടേഴ്സ്. അച്ഛൻ കൂടെ പുറത്തേക്ക് പോകും. അവിടെ ധാരാളം വിസിറ്റേഴ്സ് ഉണ്ട്, സന്ദർശകർ. അതോടൊപ്പം തന്നെ ധാരാളം റിപ്പോർട്ടേഴ്സ് ഉണ്ട്, TV ന്യൂസ് റിപ്പോർട്ടേഴ്സ്. അവരെയൊക്കെ കൈകാര്യം ചെയ്യുന്നതിനും അവരെയൊക്കെ നിയന്ത്രിക്കുന്നതിനും അവരോടൊക്കെ കാര്യങ്ങൾ പറയുന്നതിനും വേണ്ടി അച്ഛൻ പുറത്തുപോയി. ഈ റിപ്പോർട്ടേഴ്സ് എല്ലാം തന്നെ ഹു ഹേർഡ് വാട്ട് ഹാഡ് ഹാപ്പൻഡ്, എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് അവരെല്ലാം അറിഞ്ഞിരുന്നു. ആൻഡ് വേർ ഈഗർ ടു ബ്രേക്ക് മൈ സ്റ്റോറി. അവർക്കെല്ലാവർക്കും എൻ്റെ ഈ ദുരന്തം ഒരു ബ്രേക്കിംഗ് സ്റ്റോറിയായിട്ട്, ഒരു ബ്രേക്കിംഗ് ന്യൂസായി റിപ്പോർട്ട് ചെയ്യാൻ അവരെല്ലാം തന്നെ ഈഗർലി വെയിറ്റിംഗ്, അവരെല്ലാം ആകാംക്ഷയോടുകൂടി പുറത്ത് കാത്തിരിക്കുകയായിരുന്നു. ഇൻ ദ ഹോസ്പിറ്റൽ, ഞാനങ്ങനെ ഹോസ്പിറ്റലിൽ സർജറി ഒക്കെ കഴിഞ്ഞ് ബാൻഡേജ് ഒക്കെ ആയി കിടക്കുമ്പോൾ ഐ വുഡ് ലുക്ക് ഓവർ അറ്റ് ദ ബാൻഡേജ്ഡ് സ്റ്റംപ്. എൻ്റെ കൈ നിന്നിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ആകെ ബാൻഡേജ് കെട്ടി ബന്ധിച്ച ഒരു കുറ്റി, ഒരു സ്റ്റംപ് മാത്രമേ ഉള്ളൂ. അതിലേക്ക് ഞാനിങ്ങനെ ലുക്ക് ഓവർ, എക്സാമിൻ ചെയ്ത് പരിശോധിക്കുന്ന രൂപത്തിൽ ഞാനിങ്ങനെ നോക്കും. വെർ മൈ ആം യൂസ് ടു ബി. എൻ്റെ കൈ ഉണ്ടായിരുന്ന ആ സ്ഥാനത്ത് ഇപ്പോൾ ഒരു ബാൻഡേജ്ഡ് സ്റ്റംപ് മാത്രമേ ഉള്ളൂ. അവിടേക്ക് ഞാനിങ്ങനെ നോക്കും. ആൻഡ് തിങ്ക്, എന്നിട്ട് ഞാൻ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കും, നോ വാട്ട്, ഇനി എന്ത് ചെയ്യും. ഫോർ എ വൈൽ ഐ ഡൗട്ട് വെദർ ഐ വുഡ് എവർ സർഫ് അഗൈൻ. ഹോസ്പിറ്റലിൽ കഴിയുമ്പോൾ ചിലപ്പോഴൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കും, ഇനി എപ്പോഴെങ്കിലും എനിക്ക് വീണ്ടും സർഫിംഗ് ചെയ്യാൻ സാധിക്കുമോ? ഞാൻ സംശയിക്കും. എവരിബഡി നോസ് ദാറ്റ് ഇറ്റ് ടേക്സ് 2 arms ടു സർഫ്. എല്ലാവർക്കും അറിയാം, സർഫ് ചെയ്യണമെങ്കിൽ 2 കൈയും വേണം. ഐ ട്രൈ ടു ടെൽ മൈസെൽഫ്. ഞാൻ എന്നോട് തന്നെ പറയാൻ ശ്രമിക്കും, ഹേയ്, ഐ ആം ഓക്കെ വിത്ത് ദിസ്. ഇപ്പോൾ ഒരു കൈ നഷ്ടപ്പെട്ടു, സാരമില്ല, ഞാൻ ഇതുകൊണ്ട് ഓക്കെയാണ്. ഐ മീൻ, സർഫിംഗ് ഈസ് ഇൻ എവറിഥിങ്, റൈറ്റ്? സർഫിംഗ് അല്ലല്ലോ എല്ലാം, ജീവിതത്തിൽ സർഫിംഗ് മാത്രമല്ലല്ലോ, ശരിയല്ലേ? ഞാൻ എന്നെ തന്നെ പറഞ്ഞ് സമാധാനിപ്പിക്കും. എന്നിട്ട് എന്നോട് ഞാൻ പറയും, യു വിൽ ഫൈൻഡ് സംതിങ് എൽസ് ടു ഡു ടു ഹാവ് ഫൺ. വിനോദത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി മറ്റു പലതും ചെയ്യാനുണ്ടല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ ആശ്വസിച്ചുകൊണ്ട് എന്നോട് തന്നെ പറയും. ഐ വാണ്ട് ടു ബി ദ ബെസ്റ്റ് സർഫ് ഫോട്ടോഗ്രാഫർ ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും വലിയ സർഫ് ഫോട്ടോഗ്രാഫർ ആകണം, സർഫിംഗ് ഫോട്ടോ എടുക്കുന്ന ഒരു ഫോട്ടോഗ്രാഫർ ആകണം, അതാണ് എൻ്റെ ആഗ്രഹം എന്ന് ഞാൻ എൻ്റെ അച്ഛനോട് ഒരിക്കൽ പറഞ്ഞു. ഐ ടോൾഡ് മൈ ഡാഡ്. ദാറ്റ് വാസ് മൈ വേ ഓഫ് സേയിങ്. ഞാൻ പറയുന്ന രീതി ഇങ്ങനെയായിരുന്നു, ലിസൺ, ഐ നോ മൈ സർഫിംഗ് ഡേയ്സ് ആർ ഓവർ. എൻ്റെ സർഫിംഗ് ഡേയ്സ്, ഇനി എനിക്ക് സർഫിംഗ് ചെയ്യാൻ കഴിയില്ല, സർഫിംഗ് ഡേയ്സ് എല്ലാം കഴിഞ്ഞു. ഇതൊക്കെ പറഞ്ഞപ്പോഴ് ഹി ജസ്റ്റ് നോഡഡ്. എൻ്റെ അച്ഛൻ അത് കേട്ട് തലയൊന്ന് ഇളക്കി, തലയാട്ടി. ഐ ആം ഷുവർ യു വിൽ ബി. ആൻഡ് ഹി ട്രൈഡ് ടു സ്മൈൽ. എന്നിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞു, തീർച്ചയായിട്ടും നിനക്കതിന് സാധിക്കും, നിന്റെ സർഫിംഗ് ഡേയ്സ് ഒന്നും കഴിഞ്ഞിട്ടില്ല,
നിനക്ക് ഇനിയും സർഫിംഗ് ചെയ്യാൻ സാധിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. ഒന്ന് പുഞ്ചിരിക്കാനും ശ്രമിച്ചു. ഹീ ന്യൂ വാട്ട് ഇറ്റ് മെന്റ് ആസ് വെൽ. ആ ചിരിയുടെ അർത്ഥം എന്താണെന്ന് അദ്ദേഹത്തിനും അറിയാമായിരുന്നു. എന്നെ സമാധാനിപ്പിക്കാനുള്ള ഒരു പറച്ചിൽ മാത്രമായിരുന്നു എന്ന് അച്ഛനും മനസ്സിലാക്കിയിരുന്നു. ബട്ട് ബൈ സാറ്റർഡേ, എന്നാൽ ഒരു ശനിയാഴ്ചയായപ്പോൾ, ഐ ചേഞ്ച്ഡ് മൈ മൈൻഡ്. ഞാൻ എൻ്റെ മനസ്സ് മാറ്റി. ഇതുവരെ സർഫിങ്ങിൽ ഇനി പങ്കെടുക്കാൻ കഴിയില്ല, എനിക്കൊരു സർഫ് ഫോട്ടോഗ്രാഫർ ആയാൽ മതി എന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന ഞാൻ എൻ്റെ മനസ്സ് മാറ്റി. ആൻഡ് സ്റ്റാർട്ടഡ് തിങ്കിങ് അബൌട്ട് ഗോയിങ് സർഫിങ് അഗൈൻ. വീണ്ടും സർഫിങ്ങിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കാനും തുടങ്ങി. ഐ വാസ് ഫീലിംഗ് ബെറ്റർ. ഹോസ്പിറ്റലിൽ ഓരോ ദിനം കഴിയും തോറും ഞാൻ സുഖം പ്രാപിച്ച് വരികയായിരുന്നു. മൈ മൈൻഡ് വാസ് ലെസ് ഫോഗി. ഇപ്പോൾ എൻ്റെ ചിന്തകൾ, എൻ്റെ മനസ്സ് കൺഫ്യൂസ്ഡ് അല്ല, ഫോഗി, കൺഫ്യൂസ്ഡ്. ആൻഡ് there were so many people coming to see me. ധാരാളം പേർ എന്നെ കാണാൻ വരുന്നുണ്ടായിരുന്നു. ആൻഡ് give me pep talks. അവരെല്ലാം എന്നോട് ആത്മവിശ്വാസം പകരുന്ന, പ്രോത്സാഹനം നൽകുന്ന വാക്കുകളൊക്കെ എന്നോട് പറയുന്നുമുണ്ടായിരുന്നു. പെപ് ടോക്സ്, എൻകറേജിങ് ടോക്സ്, എനിക്ക് ധൈര്യം പകരുന്ന വാക്കുകളായിരുന്നു അവരൊക്കെ എന്നോട് പറഞ്ഞിരുന്നത്. ഐ പുട്ട് ഓൺ എ ബ്രേവ് ഫേസ് ഫോർ എവരിവൺ. എല്ലാവരുടെ മുമ്പിലും ഞാൻ ധൈര്യമുള്ള ഒരു മുഖം തന്നെയാണ് കാണിച്ചത്. ബട്ട് ഐ കാൻ പ്രിറ്റൻഡ് ഇറ്റ് ഡിഡ്ന്റ് ഗെറ്റ് ടു മീ അറ്റ് ടൈംസ്. എന്നാൽ ചിലപ്പോഴൊക്കെ എനിക്ക് ആ ധൈര്യം കിട്ടാതെ വരുമ്പോൾ എനിക്ക് അഭിനയിക്കാൻ കഴിയുമായിരുന്നില്ല. ചിലപ്പോഴൊക്കെ ഞാൻ നിരാശയിലേക്ക് പോകും. ഇഫ് ഐ എവർ ഡിഡ് സ്റ്റാർട്ട് ഗെറ്റ് ബ്ലൂ. ഞാൻ എപ്പോഴെങ്കിലും ദുഃഖിതയാവുകയോ നിരാശപ്പെടുകയോ ചെയ്യുമ്പോൾ, ഇഫ് ഐ എവർ ഡിഡ് സ്റ്റാർട്ട് ടു ഗെറ്റ് ബ്ലൂ, ഞാൻ എപ്പോഴെങ്കിലും ദുഃഖം തോന്നുന്ന അല്ലെങ്കിൽ നിരാശയിലേക്ക് പോകുന്ന ഒരവസ്ഥ വരുമ്പോൾ, ഗെറ്റ് ബ്ലൂ മീൻസ് ബിക്കം സാഡ് ഓർ ഡിപ്രസ്ഡ്. ദുഃഖിതയാവുക, നിരാശയാവുക. അങ്ങനെ തോന്നുമ്പോൾ, ഐ ഹാഡ് മൈ ബ്രദേഴ്സ് ടു പുൾ മി ബാക്ക്. എൻ്റെ സഹോദരങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവർ എന്നെ പിൻവലിക്കും. ആ അവസ്ഥയിൽ നിന്നും പുൾ മി ബാക്ക്, എന്നെ ധൈര്യത്തിലേക്ക് തന്നെ കൊണ്ടുവരും. They were laid back as always. അവർ എല്ലായ്പ്പോഴും വളരെ റിലാക്സ്ഡ് ആയിരുന്നു. എൻ്റെ സഹോദരങ്ങൾ എൻ്റെ മുമ്പിൽ വളരെ കാം ആൻഡ് റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരവസ്ഥയിലായിരുന്നു അവർ നിന്നിരുന്നത്. ലെയ്ഡ് ബാക്ക് മീൻസ് റിലാക്സ്ഡ്. വളരെ ശാന്തരായിട്ടാണ് അവർ എപ്പോഴും കാണപ്പെട്ടത്. They never let me know their horror or see their pain or fear. അവരുടെ വേദനയോ ഭയമോ അവർ ഒരിക്കലും എന്നെ അറിയിക്കുമായിരുന്നില്ല. അത് കാണാൻ എന്നെ അനുവദിക്കുമായിരുന്നില്ല. അവരുടെ വേദനകളും അവരുടെ ഭയവുമൊക്കെ അവർ മനസ്സിലൊതുക്കി. തിമത്തി വാസ് ഓൾവേസ് ജോക്കിംഗ്. എൻ്റെ ഒരു സഹോദരൻ തിമത്തി, അവൻ എപ്പോഴും തമാശകൾ പറഞ്ഞുകൊണ്ടിരിക്കും. ആൻഡ് നോവ വാസ് മൈ ബിഗ്ഗസ്റ്റ് പ്രൊട്ടക്ടർ. മറ്റൊരു സഹോദരൻ നോവ, അവനായിരുന്നു എൻ്റെ ഏറ്റവും വലിയ രക്ഷകൻ. They were so strong. അവർ രണ്ടുപേരും വളരെ ശക്തരായിരുന്നു, ശാരീരികമായും മാനസികമായും. ആൻഡ് ദാറ്റ് ഹെൽപ് മീ ബി സ്ട്രോങ് ടു. അവരുടെ ശക്തി എനിക്കും ശക്തിയുള്ളവളാകാൻ എന്നെ സഹായിച്ചു. അവരുടെ ശാരീരികവും മാനസികവുമായ ശക്തി എനിക്കും ശക്തി പകർന്നു. ബിഫോർ ഐ ഗോട്ട് ഔട്ട് ഓഫ് ദ ഹോസ്പിറ്റൽ, ഞാൻ ഹോസ്പിറ്റൽ വിടും മുമ്പ് തന്നെ, ഇൻഫാക്ട് ബൈ ദ സെക്കൻഡ് ഡേ ഓഫ് മൈ 1 week സ്റ്റേ, ഒരാഴ്ച ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന 2ാം നാൾ തൊട്ട് തന്നെ യഥാർത്ഥം പറയുകയാണെങ്കിൽ, ഐ വാസ് ടോക്കിംഗ് ഡിഫറെൻ്റ്ലി അബൌട്ട് ദ പോസിബിലിറ്റി ഓഫ് സർഫിംഗ് അഗൈൻ. വീണ്ടും സർഫിംഗ് ചെയ്യുന്നതിൻ്റെ സാധ്യതകളെക്കുറിച്ച്, അതിൻ്റെ വ്യത്യസ്തമായ രീതികളെക്കുറിച്ചൊക്കെ ഞാൻ സംസാരിക്കാൻ തുടങ്ങിയിരുന്നു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഇനി ഒരിക്കലും സർഫിങ്ങിന് സാധ്യമല്ല എന്നൊക്കെ മനസ്സിൽ തോന്നിയിരുന്നെങ്കിലും, യഥാർത്ഥം പറയുകയാണെങ്കിൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ വീണ്ടും സർഫിങ്ങിലേക്ക് തിരിച്ചു പോകുന്നതിനെ കുറിച്ചായിരുന്നു ചിന്ത. അതിൻ്റെ സാധ്യതകൾ, ഇനി എങ്ങനെ സാധിക്കും, വ്യത്യസ്തമായ രീതികളെക്കുറിച്ചൊക്കെ ഞാൻ ചിന്തിക്കാനും സംസാരിക്കാനും തുടങ്ങിയിരുന്നു. മൈ ഹോൾ ഫാമിലി സ്റ്റുഡ് ബിഹൈൻഡ് മീ. എൻ്റെ കുടുംബം മുഴുവനും എനിക്ക് സപ്പോർട്ടായി എൻ്റെ പിന്നിൽ തന്നെ നിലയുറപ്പിച്ചു. ആൻഡ് ട്രൈഡ് ടു എൻകറേജ് മീ ആസ് മച്ച് ആസ് പോസിബിൾ. അവർക്ക് സാധ്യമാകുന്ന രീതിയിലൊക്കെ അവരെന്നെ എൻകറേജ് ചെയ്തു, പ്രോത്സാഹിപ്പിച്ചു. മൈ പാരൻസ് ഹാഡ് നോ ഡൗട്ട്. എൻ്റെ രക്ഷിതാക്കൾക്ക് ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. ദാറ്റ് ഐ പ്രോബബ്ലി കുഡ് ഫിഗർ ഔട്ട് എ വേ ടു ഗെറ്റ് അപ്പ് ഓൺ ദ ബോട്ട്. ഇനിയും ഒരിക്കൽ കൂടെ ആ സർഫിംഗ് ബോർഡിൽ എഴുന്നേറ്റ് നിൽക്കാൻ എന്തെങ്കിലും ഒരു മാർഗം ഞാൻ ഫിഗർ ഔട്ട് ചെയ്യും, ഞാൻ ഫൈൻഡ് ഔട്ട്, കണ്ടെത്തുമെന്നുള്ള കാര്യത്തിൽ എൻ്റെ രക്ഷിതാക്കൾക്ക് ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. ബട്ട് ഐ ന്യൂ ദേ ഫെൽറ്റ് മൈ കോമ്പറ്റീറ്റീവ് ഡേയ്സ് വർ ഓവർ. എന്നാൽ എനിക്കൊരു കാര്യം മനസ്സിലായിരുന്നു. അവർക്കറിയാം എൻ്റെ മത്സരത്തിൻ്റെ ദിനങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. എൻ്റെ രക്ഷിതാക്കൾ ചിന്തിച്ചിരുന്നത്, ഇനി എനിക്ക്
സർഫിംഗ് ഒരു മത്സരമായിട്ട് പ്രൊഫഷണൽ സർഫിംഗിലേക്ക് പോകാൻ കഴിയില്ല എന്നൊക്കെ അവർ കരുതുന്നുണ്ട് എന്ന് ഞാനും മനസ്സിലാക്കിയിരുന്നു. ബദനി, ഐ ആം ഷുവർ യു കൻ ഡു വാട്ട് എവർ യു പുട്ട് യുവർ മൈൻഡ് ടു, മൈ ഡാഡ് ടോൾഡ് മീ. എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട്, എനിക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് എൻ്റെ പിതാവ് എന്നോട് പറയുമായിരുന്നു, ബദനി, എനിക്ക് ഉറപ്പാണ് നീ എന്തിലേക്കാണോ നിന്റെ മനസ്സ് തിരിക്കുന്നത്, നിന്റെ മനസ്സിൽ തീരുമാനിച്ച കാര്യം നീ വിജയിപ്പിക്കും, നീ അത് ചെയ്തെടുക്കും എന്നുള്ള കാര്യം എനിക്കുറപ്പാണ് എന്നൊക്കെ അച്ഛൻ എന്നോട് പറയുമായിരുന്നു. മൈ പാരൻസ് ടു ഹാഡ് എ റഫ് ടൈം. എൻ്റെ രക്ഷിതാക്കളെ സംബന്ധിച്ചും വളരെ പ്രയാസകരമായ ദിനങ്ങളായിരുന്നു അത്. നൈദർ ഓഫ് ദം വാസ് ഏബിൾ ടു വർക്ക് ഫോർ ഓൾമോസ്റ്റ് 3 months. ഏകദേശം 3 മാസക്കാലം രണ്ടു പേർക്കും, അച്ഛനും അമ്മയ്ക്കും, ജോലിക്കൊന്നും പോകാൻ സാധ്യമായിരുന്നില്ല. വിച്ച് പുട്ട് എ ബിഗ് ഫൈനാൻഷ്യൽ ബർഡൻ ഓൺ അവർ ഫാമിലി. അത് ഞങ്ങളുടെ കുടുംബത്തിന് വലിയൊരു സാമ്പത്തിക ബാധ്യതയും ഉണ്ടാക്കി. My first indication that my life would never be the same again came just as we were leaving the hospital. ഞങ്ങൾ ഹോസ്പിറ്റൽ വിട്ടു പോരുന്ന അന്ന് തന്നെ എൻ്റെ ജീവിതം പഴയ പോലെ ആയിരിക്കില്ല എന്നതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ, ഒരു സൂചന എനിക്ക് ലഭിച്ചിരുന്നു. ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ഔട്ട് ദ മെയിൻ എൻട്രൻസ്, പ്രധാന കവാടം കടന്ന് പുറത്തേക്ക് പോരുന്നതിനു പകരം വി ഹാഡ് ടു ഗോ ത്രൂ എ മെയ്സ് ഓഫ് ഹോൾവേസ്. ധാരാളം ഹോളുകൾ നിറഞ്ഞ സങ്കീർണമായ ഒരു വഴിയിലൂടെ ഞങ്ങൾക്ക് നടന്നു പോരേണ്ടി വന്നു. മെയ്സ് മീൻസ് കൺഫ്യൂസിംഗ് നെറ്റ്വർക്ക് ഓഫ് പാസേജസ്. ധാരാളം വഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് കൊണ്ട് നമുക്ക് വഴി തെറ്റിപ്പോകുന്ന ഒരു കൺഫ്യൂസിംഗ് നെറ്റ്വർക്ക്. ആ രൂപത്തിൽ ധാരാളം വഴികൾ ഉൾപ്പെടുന്ന ഹോളുകളിലൂടെ ഒക്കെ ഞങ്ങൾക്ക് കടന്നു വരേണ്ടി വന്നു. ആൻഡ് സ്നീക്ക് ഔട്ട് ത്രൂ ദ ബാക്ക് ഡോർ. എന്നിട്ട് അവസാനം ഹോസ്പിറ്റലിന്റെ പിറകുവശത്തുള്ള ഡോറിലൂടെ ഞങ്ങൾക്ക് രഹസ്യമായി പുറത്തിറങ്ങേണ്ടി വന്നു. സ്നീക്ക് ഔട്ട് മീൻസ് മൂവ് സീക്രറ്റ്ലി, രഹസ്യമായി നീങ്ങുക. എന്തായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി ഇരുന്ന കാരണം എന്നുള്ളത് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. There were hospital security guards with us. ഹോസ്പിറ്റലിലെ സെക്യൂരിറ്റി ഗാർഡ്സ് അവരും ഞങ്ങളോടൊപ്പം ഞങ്ങൾക്ക് അകമ്പടി സേവിച്ചുകൊണ്ട് വന്നിരുന്നു. ആൻഡ് വെൻ വി ഗോട്ട് ടു അവർ കാർ, ഞങ്ങൾ അവസാനം ഞങ്ങളുടെ കാറിലെത്തിയപ്പോൾ there were 2 Kauai policemen who followed us to a house in Anahola. അവിടെ 2 പോലീസ് ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. കവായ് ദ്വീപിലെ 2 പോലീസ് ഉദ്യോഗസ്ഥർ. ഞാൻ ഇനി രഹസ്യമായി താമസിക്കാൻ പോകുന്നത് അനഹോല എന്ന പ്രദേശത്തെ ഒരു വീട്ടിലാണ്. വേർ ഐ കുഡ് കണ്ടിന്യൂ ടു റിക്കവർ ഇൻ പ്രൈവസി. രഹസ്യമായി തന്നെ എൻ്റെ അസുഖത്തിൽ നിന്നും എനിക്ക് മോചനം നേടാം അവിടെ സ്വകാര്യമായി താമസിച്ചുകൊണ്ട്. ആ വീട്ടിലേക്ക് ഈ കവായ് പോലീസ്മെൻ അവരും ഞങ്ങളോടൊപ്പം സെക്യൂരിറ്റി ഒരുക്കിക്കൊണ്ട് വന്നു. എന്തായിരുന്നു ഇങ്ങനെയൊക്കെ രഹസ്യമായി സെക്യൂരിറ്റിയൊക്കെ തയ്യാറാക്കി നീങ്ങാനുള്ള കാരണം എന്ന് വെച്ചാൽ, മൈ പാരൻസ് എക്സ്പ്ലെയിൻ ടു മീ ദാറ്റ് there was a mob of TV reporters eagerly waiting to show microphones in my face. ഹോസ്പിറ്റൽ മെയിൻ കവാടത്തിന് പുറത്ത് ധാരാളം TV റിപ്പോർട്ടേഴ്സ്, എ മോബ് ഓഫ് TV റിപ്പോർട്ടേഴ്സ്, ഒരു കൂട്ടം റിപ്പോർട്ടേഴ്സ് കാത്തിരിപ്പുണ്ടായിരുന്നു. അവർ അവരുടെ മൈക്രോഫോണും എൻ്റെ മുന്നിലേക്ക് നീക്കിക്കൊണ്ട് വാർത്തകൾ എടുക്കാൻ വേണ്ടി ഈഗർലി വെയിറ്റിംഗ്, ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുകയായിരുന്നു. അതായിരുന്നു ഞങ്ങൾ രഹസ്യമായി ഇങ്ങനെ ഹോസ്പിറ്റലിന്റെ പിറകുവശത്തു കൂടെ പുറത്തേക്ക് ഇറങ്ങി വരാൻ കാരണം. ഓണസ്റ്റ്ലി ഐ റിയലി ഡോണ്ട് എൻജോയ് ബീയിങ് ഇൻ ദ സ്പോട്ട് ലൈറ്റ്. ആ സമയത്ത് സത്യം പറയുകയാണെങ്കിൽ സ്പോട്ട് ലൈറ്റിൽ നിൽക്കാൻ എന്ന് വെച്ചാൽ പബ്ലിസിറ്റിയിൽ, TV സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ട് ഞാനൊരു പബ്ലിസിറ്റി ഒന്നും ആഗ്രഹിച്ചിരുന്നില്ല. ബട്ട് ഐ അഗ്രീഡ് ടു ഡു ഇന്റർവ്യൂസ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് അതേഴ്സ്. എന്നാൽ പിന്നീട് ഞാൻ 1-2 ഇന്റർവ്യൂകൾ നൽകിയിട്ടുണ്ട്, അതും ഫോർ ദ ബെനിഫിറ്റ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്. എൻ്റെ കഥയിൽ നിന്നും ആർക്കെങ്കിലും പ്രചോദനം ലഭിക്കുമെങ്കിൽ അത് നന്മയാകട്ടെ എന്ന് കരുതി ഞാൻ പിന്നീട് ഇന്റർവ്യൂകൾ നൽകിയിട്ടുണ്ട്. അതല്ലാതെ സ്പോട്ട്ലൈറ്റ്, പബ്ലിസിറ്റി ആഗ്രഹിച്ചല്ല എന്നർത്ഥം. സ്ട്രേഞ്ചേഴ്സ് സ്റ്റിൽ അപ്രോച്ച് മീ ഓൺ ദ ബീച്ച്, ഇൻ എയർപോർട്ട്സ്, ഇൻ ഷോപ്സ് ആൻഡ് റെസ്റ്റോറൻറ്റ്സ്. ഞാൻ ബീച്ചിലായിരിക്കുമ്പോഴോ എയർപോർട്ടിൽ ഇരിക്കുമ്പോഴോ ഷോപ്പിങ്ങിന് വേണ്ടി ഏതെങ്കിലും ഷോപ്പിൽ പോകുമ്പോഴോ അതല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിൽ പോകുമ്പോഴോ ഒക്കെ അപരിചിതർ എന്നെ സമീപിക്കാൻ തുടങ്ങി. ദേ ആസ്ക് മീ ഫോർ ഓട്ടോഗ്രാഫ്സ്. അവർ എന്നോട് ഓട്ടോഗ്രാഫ്സ് ആവശ്യപ്പെടുന്നു. ദേ കം അപ്പ് ആൻഡ് ടെൽ മീ ഐ ആം ആൻ ഇൻസ്പിറേഷൻ. അവർ എൻ്റെ അരികിലേക്ക് വന്നുകൊണ്ട് പറയുന്നു ഞാൻ അവർക്കൊക്കെ ഒരു പ്രചോദനമാണ്, ഒരു ഇൻസ്പിറേഷൻ ആണെന്ന്. ഐ ആം ഇന്ററപ്റ്റഡ് അറ്റ് ഡിന്നർ ബൈ പീപ്പിൾ വാണ്ടിങ് ടു ബി ഇൻ എ ഫോട്ടോ വിത്ത് മീ.
എപ്പോഴെങ്കിലുമൊക്കെ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിച്ചിരിക്കുമ്പോൾ പോലും ആളുകൾ വന്ന് എന്നെ ഇൻ്ററപ്റ്റ് ചെയ്യുന്നു, എനിക്ക് തടസ്സമുണ്ടാക്കുന്നു. അവർക്ക് എന്നോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കണം. ഇറ്റ് ഈസ് ടോട്ടലി ബിസാർ. ഇതെല്ലാം തന്നെ തികച്ചും വിചിത്രമാണ്, അസാധാരണമാണ്. Being a top professional surfer would have brought me only a sliver of this recognition. ഞാനൊരു വലിയ പ്രൊഫഷണൽ സർഫർ ആയിരുന്നെങ്കിൽ പോലും ഈ അംഗീകാരത്തിൻ്റെയും പ്രശസ്തിയുടെയും ഒരു ചെറുഭാഗം, ഒരു ചെറിയ അംശം മാത്രമേ എനിക്ക് ലഭിക്കുമായിരുന്നുള്ളൂ. സ്ലിവർ മീൻസ് എ സ്മോൾ പോർഷൻ. ഏതെങ്കിലും ഒരു വലിയ വസ്തുവിൽ നിന്നും അടർത്തിയെടുത്ത ഒരു ചെറു കഷ്ണം, അതാണ് സ്ലിവർ എന്ന് പറയുന്നത്. ഇവിടെ അംഗീകാരം അല്ലെങ്കിൽ പ്രശസ്തിയുടെ ഒരു സ്ലിവർ എന്ന് പറയുമ്പോൾ ഞാനൊരു പ്രൊഫഷണൽ സർഫറായി പേരെടുത്താൽ പോലും എനിക്ക് കിട്ടുന്നത് വളരെ തുച്ഛമായ ഒരു അംഗീകാരം അല്ലെങ്കിൽ പ്രശസ്തി മാത്രമാകുമായിരുന്നു. അതും പ്രോബബ്ലി ഓൺലി വിതിൻ ദ ടൈറ്റ് നിറ്റ് സർഫിംഗ് കമ്മ്യൂണിറ്റി. വളരെ ഒതുങ്ങി നിൽക്കുന്ന, വളരെ ടൈറ്റായിട്ട് കൂടിച്ചേർന്ന് നിൽക്കുന്ന സർഫിംഗ് കമ്മ്യൂണിറ്റിക്ക് അകത്ത് മാത്രം, പുറലോകത്തേക്ക് പോകാതെ സർഫേഴ്സിനിടയിൽ മാത്രം അറിയപ്പെടുന്ന ഒരു സർഫറായിട്ട് എൻ്റെ പ്രശസ്തി ഒതുങ്ങുമായിരുന്നു. എന്നാൽ അപകടം സംഭവിച്ച് അതെല്ലാം ധീരമായി നേരിട്ട് വീണ്ടും സർഫിങ്ങിലേക്ക് വന്നതോടുകൂടി ഞാനൊരു പ്രതീക്ഷയുടെ പ്രതീകമായി, ഞാനൊരു പ്രചോദനത്തിൻ്റെ ആൾരൂപമായി മാറിയതുകൊണ്ട് എൻ്റെ പ്രശസ്തിയും അംഗീകാരവും വർദ്ധിച്ചു. ഞാനൊരു പ്രൊഫഷണൽ സർഫറായിരുന്നുവെങ്കിൽ എനിക്ക് ഈ അംഗീകാരത്തിൻ്റെയും പ്രശസ്തിയുടെയും ഒരു സ്ലിവർ മാത്രമേ ലഭിക്കുമായിരുന്നുള്ളൂ എന്നാണ് ഉദ്ദേശിച്ചത്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ യു ആർ സംതിങ് മോർ നൗ ദാൻ എ സർഫർ. നീ ഒരു സർഫർ എന്നതിലും ഉപരി മറ്റെന്തൊക്കെയാണ് എന്ന് എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പറയുമായിരുന്നു. ഫ്രണ്ട്സ് ടെൽ മീ യു ആർ സംതിങ് മോർ ദാൻ എ സർഫർ. ഒരു സർഫർ അതിനേക്കാൾ ഉപരിയാണ്, നീ അതിനേക്കാളും വലിയ ആരോ ആണ് എന്നൊക്കെ എന്നോട് പറയുമായിരുന്നു. യു ആർ ദ ബെയറർ ഓഫ് ഹോപ്പ് ഫോർ ദോസ് ഹു ഹാവ് ബീൻ ഹാൻഡഡ് എ ബാഡ് ഡീൽ ഇൻ ദ കാർഡ് ഗെയിം ഓഫ് ലൈഫ്. സുഹൃത്തുക്കൾ പറയും, കാർഡ് ഗെയിം ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ കാർഡ് ഗെയിമിൽ ഹാൻഡഡ് എ ബാഡ് ഡീൽ, നഷ്ടം സംഭവിച്ചവർക്ക് നീ ഒരു ബെയറർ ഓഫ് ഹോപ്പ്, പ്രതീക്ഷയുടെ പ്രതീകമാണ് എന്നൊക്കെ എന്നെ പുകഴ്ത്തിക്കൊണ്ട് സുഹൃത്തുക്കൾ പറയുമായിരുന്നു. മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുന്ന, ജീവിതത്തിൽ പരാജയം സംഭവിച്ചവർക്ക് വീണ്ടും വിജയത്തിലേക്ക് പോകാനുള്ള ഒരു പ്രചോദനമാണ് നീ എന്നൊക്കെ എന്നോട് സുഹൃത്തുക്കൾ പറയും. In some ways, it was like learning to surf all over again. അപകടമെല്ലാം തരണം ചെയ്ത് വീണ്ടും സർഫിങ്ങിലേക്ക് വന്നപ്പോൾ ഒരർത്ഥത്തിൽ എല്ലാം തുടക്കം മുതൽ പഠിച്ചെടുക്കേണ്ട അവസ്ഥയിലായിരുന്നു. In some ways, it was like learning to surf all over again. എല്ലാം ആദ്യം മുതലേ പഠിക്കുന്നത് പോലെയായിരുന്നു. I had to learn how to paddle evenly with one arm. ഒരു കൈ വെച്ചുകൊണ്ട് എൻ്റെ സർഫിംഗ് ബോർഡ് എങ്ങനെ തുഴയണം എന്ന് പോലും എനിക്ക് പഠിക്കേണ്ടി വന്നു. പാഡൽ മീൻസ് വെള്ളത്തിലൂടെ തുഴഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക. ആൻഡ് വെൻ ഐ ഫെൽറ്റ് ദ വേവ് പിക്ക് മീ അപ്പ്. സർഫിങ്ങിന് പര്യാപ്തമായ തിരമാല രൂപപ്പെട്ട് ആ തിരമാല എന്നെയും ബോർഡിനെയും ഉയർത്തുമ്പോൾ ഐ ഹാഡ് ടു പുട്ട് മൈ ഹാൻഡ് ഫ്ലാറ്റ് ഓൺ ദ സെൻറ്റർ ഓഫ് ദ ഡെക്ക്. എൻ്റെ സർഫിംഗ് ബോർഡിൻ്റെ മധ്യഭാഗത്ത് എനിക്ക് എൻ്റെ അവശേഷിക്കുന്ന ഒരു കൈ പരത്തി അമർത്തി പിടിക്കേണ്ടി വന്നിരുന്നു. ടു ഗെറ്റ് ടു മൈ ഫീറ്റ്. അങ്ങനെയാണ് ഞാൻ എൻ്റെ കാലുകളിലേക്ക് ബാലൻസ് ചെയ്ത് എഴുന്നേറ്റ് നിൽക്കേണ്ടി വന്നിരുന്നത്. റാദർ ദാൻ ഗ്രാബിംഗ് ദ സർഫിംഗ് ബോർഡ് റെയിൽ ദ വേ യു വുഡ് ഇഫ് യു ഹാഡ് ടു ഹാൻഡ്സ്. രണ്ട് കൈകൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ രണ്ട് കൈയും ഉപയോഗിച്ചുകൊണ്ട് സർഫ് ബോർഡിലെ ഇരുമ്പ് റെയിൽ പിടിച്ചുകൊണ്ട് നിങ്ങൾ ഉയർന്നു നിൽക്കുന്നത് പോലെ ഇപ്പോൾ നിൽക്കാൻ കഴിയില്ല. പകരം സർഫ് ബോർഡിന്റെ അരികിലുള്ള റെയിലല്ല പിടിക്കാൻ സാധിക്കുക, മധ്യഭാഗത്ത്, എന്നുവെച്ചാൽ രണ്ട് ഭാഗവും ഒരേപോലെ ബാലൻസ് ചെയ്തുകൊണ്ട് സർഫ് ബോർഡിന്റെ മധ്യഭാഗത്ത്, മിഡിൽ ഭാഗത്ത് കൈ അമർത്തി വെച്ചുകൊണ്ട് ആ പുഷപ്പിൽ കാലുകളിലേക്ക് ബാലൻസ് തെറ്റാതെ എഴുന്നേൽക്ക് നിൽക്കേണ്ട ഒരവസ്ഥയിലായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മൈ ഫസ്റ്റ് കപ്പിൾ ഓഫ് ട്രൈസ് ഡിഡ്ന്റ് വർക്ക്. ഞാൻ ആദ്യം 2 പ്രാവശ്യം ശ്രമിച്ചിട്ടും അത് വിജയിച്ചില്ല. ഐ കുഡ്ന്റ് ഗെറ്റ് അപ്പ്. എനിക്ക് ബാലൻസ് കീപ്പ് ചെയ്തുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ സാധിച്ചില്ല. ഐ മസ്റ്റ് അഡ്മിറ്റ്, ഒരു കാര്യം ഞാൻ തുറന്നു പറഞ്ഞേ മതിയാകും. ഐ വാസ് എ ലിറ്റിൽ ബിറ്റ് ഡിസ്കറേജ്ഡ്. ആദ്യത്തെ 2 ശ്രമം പരാജയപ്പെട്ടപ്പോഴും ഞാൻ അല്പം നിരാശയിലായി. ഐ തോട്ട് ഇറ്റ് വുഡ് ബി ഈസിയർ. ഞാൻ ആദ്യം കരുതിയിരുന്നത് ഇങ്ങനെ കൈവച്ചുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുക
ഈസി ആയിരിക്കുമെന്നാണ്, എളുപ്പമായിരിക്കുമെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ശ്രമിച്ചു നോക്കിയപ്പോഴാണ് അതിൻ്റെ പ്രയാസം മനസ്സിലാവുകയും 2 വട്ടവും പരാജയപ്പെട്ടപ്പോൾ അല്പം നിരാശയും എനിക്ക് തോന്നി. മൈ ഡാഡ് ഹു വാസ് ഇൻ ദ വാട്ടർ വിത്ത് മീ കെപ്റ്റ് ഷൗട്ടിങ്. എന്നോടൊപ്പം വെള്ളത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് അച്ഛനും ഉറക്കെ എന്നോട് പറയുന്നുണ്ടായിരുന്നു, ബെഥനി ട്രൈ ഇറ്റ് വൺ മോർ ടൈം. ബെഥനി, നീ ഒരിക്കൽ കൂടെ ശ്രമിക്കുക. ദിസ് വൺ വിൽ ഇറ്റ്, ദിസ് വൺ വിൽ ബി ഇറ്റ്. ഈ പ്രാവശ്യം നീ വിജയിക്കും. സോ ഐ ഡിഡ്. അങ്ങനെ അച്ഛൻ്റെ വാക്കുകൾ കേട്ട് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഞാൻ ഓരോ പ്രാവശ്യവും ശ്രമിച്ചു. ദെൻ ഇറ്റ് ഹാപ്പൻഡ്. അങ്ങനെ അവസാനം അത് സംഭവിച്ചു, ഞാൻ വിജയിച്ചു. എ വേവ് റോൾ ത്രൂ. ശക്തമായ സർഫിങ്ങിന് പര്യാപ്തമായ ഒരു തിരമാല ഉരുണ്ടു വന്നു. ഐ കോട്ട് ഇറ്റ്. ഞാൻ ആ അവസരം മുതലെടുത്തു. പുട്ട് മൈ ഹാൻഡ് ഓൺ ദ ഡെക്ക് ടു പുഷ് അപ്പ് ആൻഡ് ഐ വാസ് സ്റ്റാൻഡിങ്. ഞാൻ എൻ്റെ ബോർഡിൽ, സർഫിംഗ് ബോർഡിൽ നേരത്തെ വിശദീകരിച്ച പോലെ എൻ്റെ കൈ അമർത്തി വെച്ചുകൊണ്ട് പുഷ് അപ്പ്, ശക്തമായി ഞാൻ മുകളിലേക്ക് ഉയരാൻ ശ്രമിച്ചു. ആൻഡ് ഐ വാസ് സ്റ്റാൻഡിങ്. എനിക്ക് സാധിച്ചു, ഞാൻ എഴുന്നേറ്റ് നിന്നു. ഐ ഗസ് ഐ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ദ ടെക്നിക് വയർ ആഫ്റ്റർ ദാറ്റ്. ഈ ഒരു ശ്രമത്തിന് ശേഷം ഈ ടെക്നിക്ക് വയേർഡ് ആഫ്റ്റർ ദാറ്റ്, ഞാനത് സ്വായത്തമാക്കി. ആ ടെക്നിക്ക് ഞാൻ ക്രമേണ പഠിച്ചെടുത്തു. ഗെറ്റിംഗ് ദ ടെക്നിക് വയർ മീൻസ് മാസ്റ്റേർഡ് ദ ടെക്നിക് ഓർ സ്കിൽ ഗ്രാജ്വലി. ആ കഴിവ് ഞാൻ ക്രമേണ സ്വായത്തമാക്കി. ഓഫ് കോഴ്സ് വൺസ് ഐ വാസ് ഓൺ മൈ ഫീറ്റ്. തീർച്ചയായിട്ടും ഞാൻ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞപ്പോൾ എവറിത്തിങ് വാസ് ഈസി. ബാക്കിയെല്ലാം എനിക്ക് വളരെ എളുപ്പമായിരുന്നു. ഇറ്റ് ഈസ് ഹാർഡ് ഫോർ മീ ടു ഡിസ്ക്രൈബ് ദ ജോയ് ഐ ഫെൽറ്റ്. എനിക്കപ്പോൾ തോന്നിയ സന്തോഷം വിശദീകരിക്കാൻ വളരെ പ്രയാസകരമാണ്. വിവരണാതീതമായ സന്തോഷമായിരുന്നു എനിക്കപ്പോൾ തോന്നിയത്. പ്രത്യേകിച്ച് ആഫ്റ്റർ ഐ സ്റ്റുഡ് അപ്പ് ആൻഡ് റോഡ് എ വേവ് ഇൻ ഫോർ ദ ഫസ്റ്റ് ടൈം ആഫ്റ്റർ ദി അറ്റാക്ക്. എനിക്കുണ്ടായ അപകടത്തിന് ശേഷം ആദ്യമായി ഞാൻ സർഫിംഗ് ബോർഡിൽ എഴുന്നേറ്റ് നിന്ന് ഒരു വേവ്, ഒരു സർഫിംഗ് വേവ് ഞാൻ മറികടന്നപ്പോൾ എനിക്കുണ്ടായ സന്തോഷം, ഇറ്റ് വാസ് ഹാർഡ് ഫോർ മീ ടു ഡിസ്ക്രൈബ്. അത് വിവരിക്കാൻ പ്രയാസമായിരുന്നു. ഐ വാസ് ഇൻക്രെഡിബിളി താങ്ക്ഫുൾ ആൻഡ് ഹാപ്പി ഇൻസൈഡ്. എനിക്ക് എൻ്റെ അച്ഛനോടും എൻ്റെ കുടുംബത്തോടും എന്നെ പ്രോത്സാഹിപ്പിച്ചവരോടും ധൈര്യം പകർന്നവരോടും എല്ലാവരോടും എനിക്ക് മനം നിറയെ നന്ദിയുണ്ടായിരുന്നു. ഞാൻ എൻ്റെ അകം നിറയെ സന്തോഷം അനുഭവിക്കുകയായിരുന്നു. ദ ടൈനി ബിറ്റ് ഓഫ് ഡൗട്ട്, എനിക്ക് അല്പമുണ്ടായിരുന്ന ഒരു ആശങ്ക, ഒരു സംശയം, ദാറ്റ് വുഡ് സംടൈംസ് ടെൽ മീ, ആ സംശയം പലപ്പോഴും എന്നോട് ഇങ്ങനെ കൂടെ കൂടെ പറയും, യു വിൽ നെവർ സർഫ് അഗൈൻ. നീ ഒരിക്കലും ഇനി സർഫിംഗ് ചെയ്യാൻ നിനക്ക് കഴിയില്ല എന്ന് പറയുന്ന എൻ്റെ ആശങ്ക, സംശയം വാസ് ഗോൺ ഇൻ വൺ വേവ്. അത് ഈ ഒരു തിരമാലയിൽ ഒലിച്ചുപോയി. ഈവൻ ദോ ഐ വാസ് ഓൾ വെറ്റ്. അന്നത്തെ ദിവസം എനിക്ക് വീണ്ടും സർഫിംഗ് ബോർഡിൽ ബാലൻസ് കീപ്പ് ചെയ്തുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ സാധ്യമായ ആ സന്തോഷം നിറഞ്ഞ ദിവസത്തിൽ ഞാൻ ആകെ നനഞ്ഞു കുതിർന്നിരുന്നെങ്കിലും ഐ ഫെൽറ്റ് ടിയേഴ്സ് ഓഫ് ഹാപ്പിനെസ്. സന്തോഷത്തിന്റെ കണ്ണുനീറുകൾ എനിക്ക് അനുഭവപ്പെട്ടു. ട്രിക്ലിംഗ് ഡൗൺ മൈ ഫേസ്, എൻ്റെ മുഖത്തൂടെ ചാലിട്ടൊഴുകുന്നത്. ആ വെള്ളത്തിൽ നനഞ്ഞു കുതിർന്നിട്ടും കണ്ണുനീരിന്റെ തണുപ്പ് എനിക്ക് വ്യക്തമായി അനുഭവപ്പെട്ടു. ഇത്രയുമാണ് ദി അൺസ്റ്റോപ്പബിൾ സോൾ സർഫർ എന്ന ലെസന്റെ വിശദീകരണം. ഈ ലെസൺ വിശദീകരിച്ചതും ഇതിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട വേർഡ്സ് ആൻഡ് എക്സ്പ്രഷൻസ് എല്ലാം തന്നെ എക്സ്പ്ലെയിൻ ചെയ്തതും വിദ്യാർത്ഥികൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എഡ്യൂസ്പോർട്ട് എഡ്യൂ-വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.